ആദ്യമായി മാതാവിനും തിരുക്കുമാരനും എനിക്കിവിടെ വരാൻ കഴിഞ്ഞതിന് ഞാൻ നന്ദി പറയുന്നു. ഞാനിവിടെ ആദ്യം വന്നത് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളിലൂടെയാണ്. എൻ്റെ പേര് ഷെമി എന്നാണ്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളിലൂടെയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ജോലിയിലൂടെ ഇൻസെൻറ്റീവായോ അല്ലാതെയും വലിയ വലിയ എമൗണ്ടുകൾ എനിക്ക് ഇൻസെൻറ്റീവായി കിട്ടുകയും അങ്ങനെ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം എനിക്ക് കരകയറാനേ എനിക്ക് കഴിഞ്ഞു. പിന്നെ ഞാൻ പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിന് ഒരു കേസുണ്ടായിരുന്നു. 8-10 വർഷമായിട്ട് കേസ് നടക്കുമായിരുന്നു. അതിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഒരു തരത്തിലും വരത്തില്ലായിരുന്നു. അവസാനം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ കേസ് നമുക്ക് അനുകൂലമായി വരികയും ലീഗലി പരിപൂർണമായും ക്ലിയർ ആവുകയും കേസിൽ നിന്ന് പൂർണ്ണമായും മോചിതമാവുകയും ചെയ്തു. അത് വസ്തു അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ കേസായിരുന്നു. പക്ഷേ അത് ഒരു തരത്തിലും അപ്പുറത്തുള്ള ആൾ അതിനെ അംഗീകരിക്കാനോ ആക്സെപ്റ്റ് ചെയ്യാനോ തയ്യാറാവാതെ ഒരു തരത്തിലും കേസിൽ നിന്ന് നമുക്ക് വസ്തുവിനെ പിൻവലിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അതിൻ്റെ പേരിൽ 8-10 വർഷമായിട്ട് കോടതിയിൽ ഓരോ തവണയും ഹസ്ബൻഡ് കയറി ഇറങ്ങുമായിരുന്നു. പക്ഷേ എന്നിട്ടും അതിലൊരു മോചനം കിട്ടാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നമുക്ക് അനുകൂലമായ വിധി വരികയും അതുമാത്രമല്ല ഇനി അവർ പൂർണ്ണമായും കേസിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. അതുമാത്രമല്ല വസ്തു വിൽക്കാനായിട്ട് ഞങ്ങൾക്ക് നല്ല തടസ്സം ഉണ്ടായിരുന്നു. വാസ്തുദോഷമൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് വസ്തുവിൽ വീട് വിൽക്കാനായിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനിവിടെ നിന്ന് ഉടമ്പടി നേർച്ച വസ്തുവായ ഉടമ്പടി ഉപ്പ് അവിടെ കൊണ്ടിട്ടതിൻ്റെ ഫലമായിട്ട് തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഒരാൾ വസ്തു വാങ്ങാൻ സമ്മതിക്കുകയും വാസ്തു ഒന്നും നോക്കുന്നില്ല, എനിക്കതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വസ്തു വാങ്ങാൻ വരികയും തടസ്സങ്ങളൊന്നും കൂടാതെ നമുക്ക് വസ്തു വിചാരിച്ച പോലെ വസ്തു വിൽക്കുവാനും കഴിഞ്ഞു. അതുപോലെ ഞങ്ങൾക്ക് നല്ലൊരു വസ്തു വാങ്ങുവാനും അതിൽ ലോണോ ബാധ്യതയോ ഒന്നുമില്ലാതെ വീട് പണി തുടങ്ങുവാനും കഴിഞ്ഞു. ഇതെല്ലാം ആ വസ്തുവിൽ ഞാൻ വാങ്ങാൻ നോക്കിയിട്ടിരുന്ന വസ്തുവിൽ ഞാൻ അഡ്വാൻസ് കൊടുത്ത ശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉടമ്പടി ഉപ്പ് എല്ലാ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ കൊണ്ടുപോയി തളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈ വസ്തു എനിക്ക് ലോണോ ബാധ്യതയോ ഇല്ലാതെ വാങ്ങാൻ പറ്റണമെന്ന്. അതുപോലെ തന്നെ എനിക്കത് വാങ്ങുവാൻ കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ അതിലൊരു വീട് പണി ഞാൻ നടത്തുന്നുണ്ട്, പൂർത്തിയായിട്ടില്ല. അത് മാതാവും തിരുക്കുമാരനും അത് പൂർത്തിയാക്കി തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ മകൻ്റെ പഠനത്തെക്കുറിച്ചാണ്. അവൻ 10ാം ക്ലാസ് CBSE പരീക്ഷ എഴുതിയിരുന്നതാണ്. അവൻ പഠിത്തത്തിൽ നല്ല ഉഴപ്പായിരുന്നു. അവന് പരീക്ഷയാകുമ്പോൾ എല്ലാ പരീക്ഷകളിലും അവന് അസുഖം വരും. ഹോസ്പിറ്റലിലായിരുന്നു. പഠിച്ചാൽ മനസ്സിലാകത്തില്ല. വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് പോകും, പരീക്ഷ ഹാളിലെത്തുമ്പം അവനെ എഴുതാൻ പറ്റത്തില്ല. മിക്ക ദിവസവും പരീക്ഷയ്ക്ക് മാർക്ക് കുറവായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി CBSE റിസൾട്ട് വന്നപ്പോൾ നേർച്ച വസ്തുവായിട്ട് പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഉടമ്പടി കാശ് രൂപമല്ല, മാതാവിൻ്റെ കാശ് രൂപമുള്ള മാല ഞാൻ അവൻ്റെ കഴുത്തിലിട്ട് കൊടുക്കുകയും ഹാൾ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. റിസൾട്ട് വന്നപ്പോൾ 93% കൂടി എൻ്റെ മകൻ സ്കൂൾ ടോപ്പറായി. അതുകൊണ്ടാണ് ഞാൻ സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. അതുകൊണ്ടാണ് മകനെയും കൊണ്ട് ഞാൻ വന്നത്. ഇതല്ലാതെ ചെറുതും വലുതുമായ എനിക്ക് മാത്രമല്ലാതെ എനിക്ക് പരിചയമുള്ളവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കും പല കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട്. വലുതും ചെറുതുമായ ഞാൻ ഇതിൽ പറഞ്ഞതും പറയാത്തതുമായ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോഴൊക്കെ എനിക്ക് എവിടെന്നെങ്കിലും ഒരു വരുമാന മാർഗ്ഗം അല്ലെങ്കിൽ ഒരു വരുമാനം ഞാൻ പോലും അറിയാത്ത രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ജോലിയിൽ ലക്ഷങ്ങളുടെ ഇൻസെൻറ്റീവ് എനിക്ക് വാങ്ങാൻ കഴിഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് എനിക്കതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ എനിക്ക് ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവിടുത്തെ ഉടമ്പടി തൈലം പുരട്ടിയാണ് ഞാനത് ഇതാക്കുന്നത്. എനിക്ക് മാത്രമല്ല, എൻ്റെ കുഞ്ഞിനായാലും എൻ്റെ ഹസ്ബൻഡിനായാലും ആർക്കായാലും ആരോഗ്യ പ്രശ്നം എന്ത് വന്നാലും ഞാനത് ആദ്യം പ്രാർത്ഥിച്ചിട്ടേ മറ്റെന്ത് കാര്യവും ചെയ്യത്തുള്ളൂ.
കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന ഈ ചികിത്സാ സഹായം ആവശ്യപ്പെട്ട് വരുന്നത് ജെന്യൂനാണോ എന്ന് നോക്കിയിട്ട് അങ്ങനെയുള്ളവർക്ക് എമൗണ്ട് അയച്ചു കൊടുക്കുകയായിരുന്നു. അവർക്ക് എന്നെ അറിയത്തുമില്ല, എനിക്ക് അവരെയോ അറിയത്തില്ല. പക്ഷേ അത് ജെന്യൂനാണോ എന്ന് ഞാൻ കുറേ നോക്കിയിട്ട് അങ്ങനെയുള്ളവർക്കുള്ള എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 50 100 അങ്ങനെ പറ്റുന്ന രീതിയിൽ അയച്ചു കൊടുക്കുക, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ടും അയപ്പിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നത് പത്രവിതരണമായിരുന്നു. ഉടമ്പടി എടുത്തതിൽ എനിക്ക് തെറ്റുകളിൽ നിന്നൊക്കെ കുറേ മുക്തമാകാൻ കഴിഞ്ഞു. എനിക്ക് ഭയങ്കരമായ ദേഷ്യം വരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഭയങ്കര ടെൻഷനും ഡിപ്രഷനും ഒക്കെ ആങ്സൈറ്റിയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. കുഞ്ഞു കാര്യത്തിന് വരെ ഭയപ്പെടുന്നു. ഇപ്പോഴും ഭയമൊക്കെ ഉണ്ട്, എങ്കിലും പഴയതിനെ അപേക്ഷിച്ച് ഒരുപാട് സമാധാനപരമായിട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞു. കുറേ കാര്യങ്ങളിൽ ക്ഷമ നേടാൻ കഴിഞ്ഞു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തിയാണ് ഞാൻ. പെട്ടെന്ന് എടുത്ത് ചാടി പ്രവർത്തിക്കും, ദേഷ്യപ്പെടും, ഭയങ്കര വൈരാഗ്യമൊക്കെ വെച്ച് പുലർത്തുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ എന്നിൽ നിന്ന് അതെല്ലാം മാറി. എനിക്കിപ്പോൾ അസൂയ അങ്ങനെയൊന്നുമില്ല. മറ്റത് നമുക്ക് അസൂയൊക്കെ ഉണ്ടാകുന്ന ഒരു സ്വഭാവമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നെല്ലാം എൻ്റെ മനസ്സിന് കുറേ മാറ്റങ്ങളുണ്ട്. എൻ്റെ കുടുംബത്തിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി. എല്ലാത്തിനും മാതാവിനും യേശുപ്പനോടും 100,000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 115, 11, 12 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഷമി എന്ന ഈ അക്രൈസ്തവ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരി ആദ്യം സൂചിപ്പിച്ചു, ഒരു കുരുക്ക് പോലെ എത്ര അഴിക്കുവാൻ നോക്കിയിട്ടും അഴിയപ്പെടാത്തതും കൂടുതൽ മുറുകിക്കൊണ്ടിരുന്നതുമായ ഒരു കോടതി വ്യവഹാരം, അത് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് മൂന്നാമത്തെ പുതുക്കലിലേക്ക് എത്തുമ്പോൾ അത്ഭുതകരമായിട്ട് ആ വസ്തു അറ്റാച്ച് ചെയ്തിരുന്ന വിഷയത്തിൽ നിന്ന് അതിൻ്റെ എതിർകക്ഷി പൂർണ്ണമായി പിന്മാറുകയും ആ വസ്തു സ്വതന്ത്രമാകും വിധം കാര്യങ്ങൾ അമ്മ മാതാവ് ക്രമീകരിച്ച് നൽകുകയും ചെയ്തു. ശരിക്കും ആ ഒരു നാളുകളിലാണ് കുടുംബം ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. പിന്നീട് ഒരു വസ്തു വാങ്ങുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ആ കണ്ട വസ്തുവിൽ പോയി ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ച് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അതിൽ ആദ്യകാലം ഇത്തിരി തടസ്സങ്ങളൊക്കെ തോന്നിയെങ്കിലും വസ്തു വാങ്ങുവാൻ ആവശ്യമായ സാമ്പത്തിക സാഹചര്യങ്ങൾ അമ്മ ഒരുക്കി കൊടുക്കുകയും സൂചിപ്പിച്ചതുപോലെ ജോലിയിൽ മേൽഗതി കൊടുത്തുകൊണ്ട് അപ്രതീക്ഷിതമായ ഇൻസെൻറ്റീവ്സ് സഹോദരിക്ക് ലഭിച്ചതിലൂടെ ആ ബാധ്യതകൾ അധികമൊന്നുമില്ലാതെ വസ്തു വാങ്ങുവാനുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നു കൊടുത്തു. മകന് പഠിക്കാൻ കഴിവുള്ള ഒരു മകനാണ്, എങ്കിലും പരീക്ഷകൾക്ക് മാർക്ക് കുറവായിരിക്കും. രോഗക്ലേശങ്ങൾ പരീക്ഷാകാലത്ത് വരികയും ചെയ്യും. അതായിരുന്നു മകനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രയാസം. അപ്പോൾ പരീക്ഷയുടെ 10ാം ക്ലാസ്സിൻ്റെ അവസാന പരീക്ഷ വരുമ്പോൾ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് മകനെ കൂടി ചേർത്ത് നിർത്തി ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ ചൊല്ലി ഉടമ്പടി തൈലം നെറ്റിത്തടത്തിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അതോടൊപ്പം അമ്മ മാതാവിൻ്റെ ഒരു കാശുരൂപം ധരിപ്പിച്ച് അമ്മയുടെ സംരക്ഷണയിൽ പരീക്ഷയ്ക്ക് വേണ്ടി അയക്കുകയും മകനോ അമ്മയോ ഇവരാരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ സ്കൂളിലെ ടോപ്പറായിട്ട് ഏറ്റവും മികച്ച മാർക്കോടെ 93% മാർക്കോടുകൂടി ആ പരീക്ഷകളുടെ വിജയം നേടുവാൻ മകന് സാധിച്ചതിൻ്റെ സന്തോഷമാണ് പങ്കുവയ്ക്കുന്നത്. ഓരോ സാക്ഷ്യത്തിനും ഒരു പ്രതിസന്ധി നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് അമ്മയെ വിളിക്കുന്നത്, അമ്മയുടെ അരികിലെത്തുന്നത്, ആ പ്രാർത്ഥനയെ ശാക്തീകരിക്കുന്നത്. എന്നാൽ അമ്മ മാതാവ് ഇടപെട്ട് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം പ്രതിസന്ധികൾ മാറി പോവുകയും കാര്യങ്ങൾ നേരെ വരികയും ഭാരപ്പെട്ടതെന്ന് കരുതുന്നത് പോലും വളരെ നിസ്സാരമായ അനുഗ്രഹത്തിൻ്റെ വഴികളായി തിരികെയും ചെയ്യുന്നു. അതാണ് കോടതി വ്യവഹാരം രമ്യമായി പരിഹരിക്കപ്പെടുമ്പോൾ, വസ്തു വാങ്ങുവാൻ സാമ്പത്തികം ക്രമീകരിച്ച് ലഭിക്കുമ്പോൾ, മകൻ്റെ പരീക്ഷയ്ക്ക് അത്ഭുതകരമായ മികച്ച വിജയം മകന് ലഭിക്കുമ്പോൾ ഒക്കെയും പറയുവാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ കുടുംബവും ജീവിതവും മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ പ്രതിസന്ധികളിൽ എൻ്റെ അമ്മ മാതാവ് ഈശോയോട് ചേർന്ന് നിന്ന് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് കൂട്ടാവുകയും സങ്കടങ്ങൾക്ക് സമാധാനമാവുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്തുവെന്നാണ്. ഈ കുടുംബത്തിന് ലഭിച്ച ദൈവിക സംരക്ഷണത്തിന്, ഉടമ്പടി ബോധ്യങ്ങൾക്ക്, ജീവിത നവീകരണത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട്
കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.